നമസ്കാരം. മാസ്റ്റർ ജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ പാൻക്രിയാസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപായി ഒരു സന്തോഷ വാർത്തകളെ അറിയിക്കുകയാണ്. നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ചെറിയ കാര്യമായാലും നമ്മളതൊരു ആഘോഷിക്കാൻ ഉള്ള കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ക്ഷമിക്കുക. കരിനീല കണ്ണുള്ള പെണ്ണെ, നിന്റെ കവിളത്തു ഞാനൊന്ന് നുള്ളി, അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങൾ എന്നോടു ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാൻക്രിയാറ്റിക് ഐലറ്റ്സ് അല്ലെങ്കിൽ പാൻക്രിയാസിനെ കുറിച്ചാണ്. സോ നമുക്കറിയാം, പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ്. എന്തുകൊണ്ടാണ് ഡ്യുവൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്? പാൻക്രിയാസിന് എന്തറിയാം? രണ്ട് ഫങ്ഷൻ അറിയാം, രണ്ട് പണി അറിയാം. എന്തൊക്കെയാണ് ആ പണികൾ? എക്സോക്രൈൻ ഫങ്ഷൻ ആൻഡ് എൻഡോക്രൈൻ ഫങ്ഷൻ. എക്സോക്രൈൻ ഫങ്ഷൻ എന്താണ്? നമ്മൾ എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ ഫങ്ഷൻ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് എക്സോക്രൈൻ ഫങ്ഷനായിട്ട് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് എൻഡോക്രൈൻ ഫങ്ഷനാണ്, പാൻക്രിയാസിൻ്റെ എൻഡോക്രൈൻ ഫങ്ഷനാണ്. ഇതാണ് പാൻക്രിയാസിൻ്റെ പിക്ചർ അല്ല, നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. പാൻക്രിയാസിൻ്റെ ലൊക്കേഷൻ എന്താണ്? ലിവറിനടുത്തായിട്ട് അല്ലേ? ഇതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിൽ 4 ടൈപ്പ് സെല്ലുകളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ടം സെല്ലുകളാണ്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, കളക്ഷൻ ഓഫ് സെൽസ്. അതിനാണ് എന്ത് പറയുക? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ് എന്ന് പറയുന്നത് ചെറു ദ്വീപ സമൂഹങ്ങൾ അല്ലേ? ഐലൻഡ്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് സെൽസ് ആണ്. കളക്ഷൻ ഓഫ് സെൽസിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 ടൈപ്പ് സെല്ലുകളാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ഐലറ്റ്സിലുള്ളത്, അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്, പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ 4 ടൈപ്പ് സെല്ലുകൾ? ഫസ്റ്റ് വൺ, ആൽഫ സെൽസ് അല്ലെങ്കിൽ എ സെൽ എന്ന് പറയും. ആൽഫ സെൽസ്. എന്താണ് ആ സെൽ സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ഐലറ്റ്സ് അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ സെല്ലുകളാണ് ആൽഫ സെൽസ്. ഒരു 25% ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ 25% ആൽഫ സെല്ലുകളാണ്. ഇത് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ. ഓക്കെ, ബീറ്റ സെൽസ് ഉണ്ട്. ഇവനാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളായ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റ സെൽസ്. ഇപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളാണ്. 4 ടൈപ്പ് സെല്ലുകളുണ്ട്. അതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാൻക്രിയാറ്റിക് ഐലറ്റ്സിൽ ഒരു 60 to 65% സെല്ലുകളും ബീറ്റ സെല്ലുകളാണ്. അപ്പോൾ ഈ ബീറ്റ സെല്ലുകൾക്ക് ഡാമേജ് സംഭവിച്ച സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ഡിസോർഡർ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നതാണ്. സോ ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ ആൻഡ് 60 to 65% ഓഫ് ടോട്ടൽ സെൽസ് ആർ ബീറ്റ സെൽസ്. അടുത്ത ടൈപ്പ് സെൽസുകൾ എന്താണ്? ഡെൽറ്റ സെൽസ് അല്ലെങ്കിൽ ഡി സെൽസ് എന്ന് പറയും. ബീറ്റ സെൽസിനെ ബി സെൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ദിസ് തേർഡ് വൺ ഈസ് ഡെൽറ്റ സെൽസ്. ഇവൻ ആരെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ. ആരെയാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ആരാളാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരെന്താണ്? GHRIH, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അല്ലെ? നമ്മൾ പഠിച്ചതാണ്. ഇത് ഹൈപ്പോതലാമസ് സെക്രീറ്റ് എന്നൊക്കെ പണ്ട് പഠിച്ചതാണ്, ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഡെൽറ്റ സെല്ലുകളും സൊമാറ്റോസ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൊമാറ്റോസ്റ്റാറ്റ്. അത് 10% സെല്ലുകൾ എന്താണ്? ഡെൽറ്റ സെല്ലുകളാണ്. ഓക്കെ, സോ ആൽഫ സെൽസ്, ബീറ്റ സെൽസ്, ഡെൽറ്റ സെൽസ്.
ഇനി ഒരു അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഈ 3 പേരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ. പിന്നീടുള്ള ഒരു സെല്ലാണ് എഫ് സെൽസ്. അതിനെ PP സെൽസ് എന്നും പറയും. എഫ് സെൽസ് ഇവൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷന് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ്. പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ്. ഓക്കെ, 5% ഈ സെല്ലുകളുള്ളത്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് സെല്ലുകൾ കൂടി ചേർന്നാണ് എന്ത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഇതാണ് പാൻക്രിയാസ് അല്ലെ. ഇതിലെ ഇത് ഒരു ക്രോസ് സെക്ഷൻ ആണ്. നമ്മുടെ പാൻക്രിയാസിന്റെ ക്രോസ് സെക്ഷനിൽ നമുക്ക് കാണാം ഇതിന് ഏറ്റവും സെൻട്രൽ ആയിട്ട് എന്താണ് കാണുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ സെല്ലുകൾ ഇതാ ഈ ആൽഫ സെൽസ്, ഈ കർസർ പോയിന്റ് നോക്കുക, ആൽഫ സെൽസ്, ബീറ്റ സെൽസ്, ഇപ്പുറത്ത് ബീറ്റ സെൽസ്, ഡെൽറ്റ സെൽസ് അല്ലെ. നമ്മൾ ഈ സെല്ലുകളൊക്കെ ചിലപ്പോൾ പേര് പഠിച്ചിട്ടുണ്ടാവും, ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ലുക്ക് എങ്ങനെയാണ് ചിലപ്പോൾ കണ്ടിട്ടാവില്ല. ഇതാണ് എഫ് സെൽസ് അല്ലെ. അപ്പൊ ഇവര് അതില് ആൽഫ സെൽസും ബീറ്റ സെൽസും എന്താണ് ഗ്ലൂക്കഗോണും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ സൊമാറ്റോസ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെൽറ്റ സെല്ലുകളാണ്. പിന്നെ പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ആളാരാണ് എഫ് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവര് പരസ്പരം ഇവർക്ക് ഗ്യാപ്പ് കണക്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ, ഇതിന്റെ ചെറിയ ചെറിയ ഗ്യാപ്സ് കാണും. ഈ ഗ്യാപ്പ് വഴി ഇവർക്ക് അറിയാം ഓരോരുത്തർക്കും മറ്റവൻ തൻ്റെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവൻ എത്രത്തോളം സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അത് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്രധാനപ്പെട്ട ഇവരുടെ ഫംഗ്ഷൻ, നമുക്കെന്ന് അറിയാം. അപ്പോൾ ഒരുത്തൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് തെറ്റിക്കുന്ന കാണുമ്പോൾ അടുത്ത ആൾ എന്ത് സെക്രീറ്റ് ചെയ്യും, അതിനേക്കാളും കൂടുതൽ കൗണ്ടർ ആയിട്ടുള്ള സെക്രീഷൻ നടത്തും. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് പരസ്പരം അറിയാം ഓരോരുത്തരും എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത്. പരസ്പരം കണക്ഷൻ ഉണ്ട്, ഗ്യാപ്പ് കണക്ഷൻ. ഇങ്ങനെ അവർ പരസ്പരം അതിനെ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് പറയുന്നത് പാരാക്രൈൻ എഫക്റ്റ് അല്ലെ. പാൻക്രിയാസിന്റെ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള സെല്ലുകൾ പരസ്പരം സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു എഫക്റ്റിനെ പറയുന്നതാണ് എന്ത് പാരാക്രൈൻ എഫക്റ്റ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള 4 ടൈപ്പ് സെല്ലുകൾ. നമ്മൾ വളരെ ഈസിയാണ്. എന്താണ് ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ, ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, ഡെൽറ്റ സെൽസ് സൊമാറ്റോസ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എഫ് സെൽസ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസുലിനെ കുറിച്ചാണ് അല്ലെ. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബീങ് എ നേഴ്സ് നമ്മൾ പല പ്രാവശ്യം പേഷ്യൻസിന് ഇട്ട് കുത്തുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇൻസുലിൻ അല്ലെ, സിന്തറ്റിക് പ്രിപ്പറേഷൻ. സോ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ആരാണ് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇത് ആദ്യമായിട്ട് ഈ ബീറ്റ സെൽസ് നമുക്കിപ്പം അറിയാം ഇത് ഇൻസുലിൻ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുത്ത 2 സയന്റിസ്റ്റാണ്. അവരുടെ പേരാണ് ബാന്റിങ് ആൻഡ് ബെസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഓർക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ബി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന പണ്ട് കണ്ടുപിടിച്ചത് ബാന്റിങ് ആൻഡ് ബെസ്റ്റ്, 2 BB എന്ന് പേരുള്ള 2 സയന്റിസ്റ്റ് തന്നെയാണെന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക അല്ലെ. ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്തൊക്കെ ആയിരിക്കും? ഇൻസുലിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം. എന്താണ്? ലോവർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറക്കുക, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക എന്നുള്ള ഒരു മെയിനായിട്ടുള്ള പണിയാണ് എന്ത് ഇൻസുലിൻ്റെ ഫങ്ഷൻ. എങ്ങനെയൊക്കെ ആയിരിക്കും? ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്നു അല്ല, ഗ്ലൂക്കോസ് ബ്ലഡിൽ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക സാധാരണഗതിയിൽ? ഒന്ന്, ബ്ലഡ് ഗ്ലൂക്കോസിനെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. പിന്നെന്ത് ചെയ്യുക? ഉള്ള ഗ്ലൂക്കോസിന് അങ്ങ് തിന്ന് തീർക്കുക അല്ലേ. നമുക്ക് സാധാരണ ചെയ്ത് തീർക്കാൻ ഒരു സാധനം അധികമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ക്യാഷ് ഒത്തിരി അധികമാകുമ്പോൾ നമ്മളത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ കുറേ ചിലവഴിക്കും അല്ലേ. അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങിക്കൂട്ടും, അല്ലെങ്കിൽ അത് വേറെ രീതിയിലോട്ട് മാറ്റും. എന്തായിട്ടും സ്വർണ്ണമായിട്ടും അല്ലെ, പല രീതിയിലോട്ട് മാറ്റും. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും? അതിനെ സ്റ്റോറേജ് ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഇൻക്രീസ് സ്റ്റോറേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ അല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോസ്, ഈ ഇൻസുലിൻ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റിൻ്റെയും പ്രോട്ടീനിൻ്റെയൊക്കെ സ്റ്റോറേജിനെ അങ്ങ് കൂട്ടും. ഇതൊക്കെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള ഫോംസ്, അങ്ങനെ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇൻസുലിൻ നന്നായി ശ്രമിക്കും. പിന്നെ സെല്ലുകളോട് എന്ത് പറയും? നിങ്ങൾ ഒത്തിരി ഗ്ലൂക്കോസ് എടുത്ത് കഴിച്ചോളൂ അല്ലെ, ഗ്ലൂക്കോസ് തിന്ന് തീർക്കാൻ പറയും സെല്ലുകളോട്. അപ്പോൾ
സ്റ്റിമുലേറ്റ് യൂസ് ആൻഡ് അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ അങ്ങനെ കുറേ ഗ്ലൂക്കോസ് അതുവഴി തീരും. ഒന്ന് സ്റ്റോറേജ്, ഫാറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും അതിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റോറേജ് നടത്തിയ എന്താണ്, ഇതിൽ നിന്നും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവില്ല. പിന്നെ സെല്ലുകളോട് പറയും ഒത്തിരി ഗ്ലൂക്കോസ് നിങ്ങൾ തിന്നേർക്ക്, സ്റ്റിമുലേറ്റ് യൂസ് ആൻഡ് അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ആരുടെ പറയുന്നത്, വാരിയസ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, അതുപോലെ അഡിപ്പോസ് ടിഷ്യൂസിൽ ഒക്കെ ഇവൻ കയറ്റി വെക്കും ഗ്ലൂക്കോസിനെ പാക്ക് ആക്കിയിട്ട് എന്താണ് ഫാറ്റിലോട്ട് മാറ്റി സ്റ്റോർ ചെയ്യും. പിന്നെ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റോറേജ് ചെയ്യുന്നു പറഞ്ഞു. ഈ ഗ്ലൂക്കോസിനെ തന്നെ നമ്മുടെ ലിവറിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ പാക്കറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അടുക്കി വെക്കും. അതാണ് പറയുന്നത് ഗ്ലൈക്കോജനസിസ്. ഗ്ലൈക്കോജൻ എന്താണ്, ഗ്ലൂക്കോസിന്റെ സ്റ്റോർഡ് ഫോമാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഗ്ലൈക്കോജൻ ആക്കി എവിടെ കൊണ്ടുവെക്കും, ലിവറിൽ കൊണ്ടുവെക്കും. സോ ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഗ്ലൈക്കോജനസിസ്. പേര് തന്നെ ഉണ്ട്, ഗ്ലൈക്കോജൻ ജനിക്കുന്നു, ഗ്ലൈക്കോജനസിസ്. ഗ്ലൈക്കോജനസിസ്. അപ്പോൾ എന്ത് ചെയ്യും, ഷുഗർ കുറയും. പിന്നെ ഈ ഗ്ലൈക്കോജൻ നമ്മൾ പറഞ്ഞു ലിവറിൽ ഗ്ലൂക്കോസിന് സ്റ്റോർഡ് ചെയ്തിരിക്കുന്ന ഫോമാണ് ഗ്ലൈക്കോജൻ അല്ലെ. ഈ ഗ്ലൈക്കോജനെ പൊളിക്കാണ്ട് നോക്കണം അല്ലെ. ഗ്ലൈക്കോജൻ പൊളിഞ്ഞു പോയാൽ എന്താ ഉണ്ടാവുക, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലൈക്കോജനെ പൊളിയുന്ന ആ പ്രോസസ്സ് അതിനെ പറയുന്നത് പറയുക ഗ്ലൈക്കോജിനോലൈസിസ്. ഗ്ലൈക്കോജിനോലൈസിസ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റ് ആവുക. ഈ ഗ്ലൈക്കോജിനോലൈസിസിനെ തടയുന്നു. ഒരു കാരണവശാലും ഗ്ലൈക്കോജനെ പൊളിക്കാൻ സമ്മതിക്കില്ല. ഡിക്രീസ് ഗ്ലൈക്കോജനോലൈസിസ്, ലിവറിലുള്ള ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഇൻസുലിൻ നോക്കും. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഗ്ലൈക്കോജനോലൈസിസ്. അതിനെ ഡിക്രീസ് ചെയ്യും. പിന്നെന്ത് ചെയ്യും, പുതിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞു. ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്താൽ എന്നൊക്കെ പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. അതിനെ പറയുന്നത് ഗ്ലൂക്കോനിയോജനസിസ്. പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് ഗ്ലൂക്കോനിയോജനസിസ്. നിയോ മീൻസ് ന്യൂ. ഈ പ്രോസസ്സിന് എന്ത് ചെയ്യും, തടയും. പ്രിവെന്റ് ഗ്ലൂക്കോനിയോജനസിസ്. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ, ജെനിസിസ് മീൻസ് അല്ലെ ജനിക്കുക ഓർക്കുക മലയാളത്തിൽ തന്നെ. ഗ്ലൂക്കോനിയോജനസിസ്, പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവുന്നതിനെ തടയും. അപ്പോൾ ഇത്രയുമാണ് ഇൻസുലിൻ്റെ മെയിനായിട്ട് ഫങ്ഷൻ. ഒന്ന്, എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നു, എവിടെ, ലിവറിൽ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അതിനെ ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നു. അതിനെ കൂട്ടുന്നു അല്ലെ, ഗ്ലൈക്കോജനസിസിനെ കൂട്ടുന്നു. പിന്നെ ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറക്കുന്നു, ഡിക്രീസ് ഗ്ലൈക്കോജിനോലൈസിസ്. പിന്നെന്ത് ചെയ്യുക, പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ മുതലായവ സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇല്ലാത്തതിനെ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ തടയുന്നു. പ്രിവെന്റ് ഗ്ലൂക്കോനിയോജനസിസ്. അപ്പോൾ എന്താണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ ശരിക്കും, എന്താണ് ബോഡിയിൽ ചെയ്യുന്നത് ഇൻസുലിൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇൻസുലിൻ ആണോ ബോഡിയിൽ എന്താണ് ഗ്ലൂക്കോസിനെ കയറ്റിവിടുന്നത്? അതെ, ഇൻസുലിൻ എന്ത് ചെയ്യുന്നു, ഇൻസുലിൻ ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇൻസുലിൻ ആക്ട് ആസ് എ കീ വിച്ച് ഹെൽപ്പ് ദ സെൽ ടു അബ്സോർബ് യൂട്ടിലൈസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഇപ്പോൾ ഇതൊരു സെല്ലാണ്. ഈ പിക്ചർ എടുത്താൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും എന്താണ് ഇൻസുലിൻ്റെ പണിയെന്ന്. ഇപ്പം എന്താണ് ഇത്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്ലഡിൽ ഉണ്ടാവും. ബ്ലഡിൽ നിന്ന് ഈ സെല്ലുകൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലെ, ഉപയോഗിക്കണം. അപ്പോൾ അതിന് വരാൻ വേണ്ടി ഒരു വഴിയുണ്ട്, ഗ്ലൂക്കോസ് ചാനൽ. അപ്പോൾ ഈ ഇൻസുലിൻ അതിൻ്റെ ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഇൻസുലിൻ ഇവിടുന്ന് ഇല്ലാതിരിക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഈ സെല്ലിലോട്ട് യാതൊരു രീതിയിലും കയറാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഡയബറ്റിക് മെലിറ്റസിൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഡിസോർഡേഴ്സിൽ എന്താ പറ്റുക, ഇൻസുലിൻ ഇല്ല. ഈ കീ ഇല്ലാതിരിക്കുമ്പം ഗ്ലൂക്കോസിന് സെല്ലിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റും, ബ്ലഡിൽ ഗ്ലൂക്കോസിനെ കൂടിയിരിക്കും, സെല്ലുകൾക്ക് കിട്ടുന്നുമില്ല. കാരണം എന്താണ്, ഈ കീ ആയിട്ടുള്ള ഇൻസുലിൻ ഇല്ല. അപ്പോൾ ഇൻസുലിൻ എന്താ നോക്കിയേ, ഇൻസുലിൻ എന്ത് ചെയ്യുന്നു, ഈ കീ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ, റിസപ്റ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഈ സെല്ലിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. അങ്ങനെ സെല്ലിന് ആ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെ ഉപയോഗിച്ച് വാരിയസ് പ്രോസസ്സ് സെല്ല് നടത്തും. ഇൻസുലിൻ ഇല്ലായിരിക്കും എന്താണ്, ഇത് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്നു, എക്സസ് ആയിട്ടുള്ള യൂറിനിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ബാക്കി ഫീച്ചേഴ്സ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടാൽ ഈ എങ്ങനെയൊക്കെയാവും ചെയ്യുക.
ഇതിന് നേരെ ഓപ്പോസിറ്റ് വർക്കാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. എന്താണ് ഈ പ്രോസസ്സ്? സി, പാൻക്രിയാസ് ബോഡിയിൽ ബ്ലഡ് ഷുഗർ കൂടുന്നു. ഹൈ ബ്ലഡ് ഷുഗർ ബോഡിയിൽ ആരോ മാർക്ക് നോക്കുക. ഈ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ അത് പാൻക്രിയാസിന് മനസ്സിലാവും, അല്ലെ, സ്റ്റിമുലേഷൻ വരും. അപ്പൊ എന്ത് പറ്റും? ഇൻസുലിനെ കൂടുതൽ റിലീസ് ചെയ്യും. നോക്കിയതാ, പാൻക്രിയാസ് എന്ത് ചെയ്തു? കൂടുതൽ ഇൻസുലിനെ റിലീസ് ചെയ്തു. ഇൻസുലിൻ എന്ത് ചെയ്തു? ലിവറിലുള്ള നമ്മുടെ ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങ് തടയുന്നു, അല്ലെ? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ തടയുന്നു. കൂടാതെ ഗ്ലൂക്കോസ് അപ്ടേക്ക് ചെയ്യാൻ വേണ്ടി സെല്ലുകളോട് പറയുന്നു കൂടുതൽ ഗ്ലൂക്കോസ് കഴിക്കുന്നു പറയുന്നു, അല്ലെ? ഇങ്ങനെ ഒരുപാട് ബാക്കിയെല്ലാം ഗ്ലൂക്കോസ് ഫോർമേഷൻ തടഞ്ഞ് എന്ത് പറ്റുന്നു? ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇനി ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ അതാണ് നമ്മുടെ ഗ്ലൈക്കോജൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? ഗ്ലൂക്കഗോൺ റിലീസ് ആവും. ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കഗോൺ റിലീസ്, പാൻക്രിയാസ് ഗ്ലൂക്കഗോൺ റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? നേരെ ലിവറിൽ പോയിട്ട് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പൊ എന്ത് ചെയ്യും? ലിവറിൽ നിന്ന് ഇത്തരം ഗ്ലൈക്കോജൻ ഒരുപാട് സ്പ്ലിറ്റ് ചെയ്ത് ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. അങ്ങനെ ബ്ലഡ് ഷുഗർ കൂടും. അപ്പൊ ഇത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ആക്ഷനാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷനും പെട്ടെന്ന് പഠിക്കാം. എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ആരാണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. എന്താ ചെയ്യുന്നത്? അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു. ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു. കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, അതെന്ത് പറയുന്നത്? ഗ്ലൈക്കോജനോ ലൈസിസ്. ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ഗ്ലൈക്കോജനോ ലൈസിസ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രോട്ടീൻ, ഇതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ഫൈനലായിട്ട് എന്താണ് ചെയ്യുന്നത്? പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെ? പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോനിയോജെനിസിസ്. സോ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്ലൂക്കഗോൺ എന്ത് പറ്റുന്നു? ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. അപ്പൊ ഈ ഗ്ലൂക്കഗോണിന്റെയും ഇൻസുലിന്റെയും ഓപ്പോസിറ്റ് ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇല്ലായിരിക്കും എന്ത് പറ്റും? ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക. എങ്ങനെയാണ്? ഒന്ന് ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതിന്റെ പേരാണ് ഗ്ലൈക്കോജനോലൈസിസ്. ഈ പേരിൽ തന്നെ നമുക്ക് എന്താണെന്ന് അറിയണം, അല്ലെ? ഇത് ഒരുപാട് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ലൈസിസ് എന്ന് പറഞ്ഞ സ്പ്ലിറ്റ്, ജെനിസിസ് എന്ന് പറഞ്ഞാൽ പുതിയ ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾസ്, അല്ലെ? ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ പുതിയ ഗ്ലൈക്കോജൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോനിയോജെനിസിസ് പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്, ഗ്ലൂക്കോനിയോജെനിസിസ്. അപ്പോൾ ഇതാണ് ഏത്? ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതില് ഈ ഗ്ലൂക്കഗോണിനെയും ഇൻസുലിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ മറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ, അതെന്താണ്? അത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. അത് നമ്മൾ ഗ്രോത്ത് ഹോർമോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? കാരണം നമ്മുടെ ഗ്രോത്തിനെ ഒരു എൻ്റെ വളർച്ച അബ്നോർമലായി പോവാണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിർത്തുന്നത്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സെക്രീഷന്റെ കൺട്രോൾ, റെഗുലേഷനും ഇതിന്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ സൊമാറ്റോസ്റ്റാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഗ്ലൂക്കഗോണും ഇൻസുലിനും ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ പരസ്പരമുള്ള കണക്ഷൻസ് നമ്മൾ അറിയണം. എന്തൊക്കെയാണ് ആ ഫോർമേഷൻ, ഗ്ലൂക്കോസ് മോളിക്യൂൾസും ഗ്ലൈക്കോജനെയും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോർമൽ വാല്യൂസ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ എന്താണ്? FBS നമുക്കറിയാം 70 to 110 mg/dl ആണ് നോർമൽ FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. എംറ്റി സ്റ്റൊമക് നമുക്കറിയാം, എംറ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ്. PPBS എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ആഫ്റ്റർ 2 hours ഓഫ് ഫുഡ്, അല്ലെ? ലെസ് ദാൻ എത്രയായിരിക്കണം? 140 mg/dl ആയിരിക്കണം PPBS എന്ന് പറയുന്നത്. RBS എത്രയാണ്?
80 to 120 നമ്മുടെ ബി പിയുടെ റേഞ്ച് ആണ് അല്ലേ 120/80 എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് തന്നെയാണ് RBSൻ്റെ റേഞ്ച്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ആണ്. അത് ഡ്യുവൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. എക്സോക്രൈൻ ഫംഗ്ഷനുണ്ട്, എൻഡോക്രൈൻ ഫംഗ്ഷനുണ്ട്. എക്സോക്രൈൻ ഫംഗ്ഷൻ എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്താണ്? അത് എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. അതിൽ 4 ടൈപ്പ് ഓഫ് സെല്ലുകളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ ആൽഫ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കഗോണും ബീറ്റ സെൽ സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിനുമാണ്. അത് ബീറ്റ സെൽസ് 60 to 65% ഉണ്ട്. പിന്നെ എഫ് സെൽസ് പോളിപെപ്റ്റൈഡ്സ് ആണ്, അത് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഡെൽറ്റ സെൽസ് സൊമാറ്റോസ്റ്റാറ്റിൻ ഗ്രോത്ത് റെഗുലേഷൻ, അതായത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്ന ഡെൽറ്റ സെൽ സെക്രീറ്റ് ചെയ്യുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ ആണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണിൻ്റെയും ഫങ്ഷൻസ് എന്താണ്? ഓപ്പോസിങ് ഫങ്ഷൻ ആണ്. ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്ലൂക്കോസിനെ കൂട്ടുന്നു. അതായത് ഇൻസുലിൻ ഷുഗർ മോളിക്യൂൾസിനെ സ്റ്റോർ ചെയ്യുന്നു ഫാറ്റായി അഡിപ്പോസ് ടിഷ്യൂസിലും അല്ലെങ്കിൽ ലിവറിൽ ഗ്ലൈക്കോജനാക്കി പാക്ക് ചെയ്ത് വെക്കുന്ന ആളാരാണ്? ഇൻസുലിൻ. പിന്നെ സെൽസുകളൊക്കെ ഒത്തിരി ഗ്ലൂക്കോസ് കഴിക്കുന്നു പറഞ്ഞ് കുറക്കുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസ് കുറക്കുന്ന ആളാരാണ്? ഇൻസുലിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഗ്ലൈക്കോജനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയും. ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയും. അത് തടയുന്നു. പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ പറയുന്ന ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയും. അതിനെ തടയുന്നു ഇൻസുലിൻ. ഈ ഇൻസുലിൻ്റെ ഫങ്ഷൻ വർക്ക് എങ്ങനെയാണ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഈ പിക്ചറിൽ നിന്നും ശരിക്കും മനസ്സിലാക്കണം. ഇൻസുലിൻ ആക്ട് ആസ് എ കീ ദാറ്റ് അൺലോക്സ് ദ ഗ്ലൂക്കോസ് ചാനൽ. ഗ്ലൂക്കോസിൻ്റെ കോശത്തിലോട്ടകത്ത് കയറി ചെന്ന് ആ സെൽസുകൾക്ക് ഈ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്നതും സെല്ലുകൾക്ക് ഗ്ലൂക്കോസ് കിട്ടാതാവുന്നതും ഇൻസുലിൻ്റെ ഈ ഒരു ആക്ഷൻ കാരണമാണ്. ഓക്കെ, ചിലപ്പോൾ ഇൻസുലിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ത്? ഡയബറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതാണ്. പിന്നെ ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്ലൂക്കഗോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഗ്ലൈക്കോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടുന്നു. പിന്നെ ഗ്ലൂക്കോനിയോജെനസിസ് പുതിയ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് വേണ്ടി സഹായിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ മാസ്റ്റർ ജിയുടെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.